ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെൻറ്റർ. അങ്ങനെ നമ്മൾ ജനുവരി മാസത്തെയും അതുപോലെ ഫെബ്രുവരി മാസത്തിലെയും പ്രധാനപ്പെട്ട ദിനങ്ങളും അവയുടെ പ്രത്യേകതകളും അതുപോലെ 2024 ഓരോ ദിനത്തിൻ്റെയും തീമുകളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി മാർച്ച് മാസത്തിലെ പ്രധാനപ്പെട്ട ദിനങ്ങൾ ഏതൊക്കെയാണെന്നും അവയുടെ പ്രത്യേകതകൾ എന്താണെന്നും നമുക്ക് നോക്കാം. ഇപ്പോഴും പറയുന്ന പോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മാർച്ച് 3 ലോക വന്യജീവി ദിനം. ലോക വന്യജീവി ദിനം മാർച്ച് 3. 2024 തീം എന്തായിരുന്നു? കണക്റ്റിംഗ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്, എക്സ്പ്ലോറിംഗ് ഡിജിറ്റൽ ഇന്നോവേഷൻ ഇൻ വൈൽഡ് ലൈഫ് കൺസർവേഷൻ. 2024 തീമാണ് കണക്റ്റിംഗ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്, എക്സ്പ്ലോറിംഗ് ഡിജിറ്റൽ ഇന്നോവേഷൻ ഇൻ വൈൽഡ് ലൈഫ് കൺസർവേഷൻ. കണക്റ്റിംഗ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്, എക്സ്പ്ലോറിംഗ് ഡിജിറ്റൽ ഇന്നോവേഷൻ ഇൻ വൈൽഡ് ലൈഫ് കൺസർവേഷൻ. അതായത് സാങ്കേതിക വിദ്യകളൊക്കെ വൈൽഡ് ലൈഫ് കൺസർവേഷനിലേക്കൊക്കെ കൊണ്ടുവരിക എന്നുള്ളതാണ് ലോക വന്യജീവി ദിനത്തിന് 2024 തീം. അടുത്തത് മാർച്ച് 4. മാർച്ച് 4 എന്താ? ലൈംഗിക ചൂഷണത്തിനെതിരെയുള്ള അന്തർദേശീയ ദിനമാണ്. ലൈംഗിക ചൂഷണത്തിനെതിരെയുള്ള അന്തർദേശീയ ദിനമാണ് മാർച്ച് 4. അടുത്ത മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം. 1977 ഐക്യരാഷ്ട്രസഭ ഔദ്യോഗികമായി അന്താരാഷ്ട്ര വനിതാ ദിനം അംഗീകരിച്ചത്. 2024 തീം എന്തായിരുന്നു? ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സിലറേറ്റ് പ്രോഗ്രസ്. ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സിലറേറ്റ് പ്രോഗ്രസ് എന്നായിരുന്നു അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ 2024 തീം. അപ്പം അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് 8. 2024 ലോക വൃക്കാ ദിനം മാർച്ച് 14 മാർച്ച് 14 2024 ലോക വൃക്കാ ദിനം. എല്ലാ വർഷവും മാർച്ച് മാസത്തിലെ 2ാമത്തെ വ്യാഴാഴ്ചയാണ് ലോക വൃക്കാ ദിനമായിട്ട് ആചരിക്കുന്നത്. മാർച്ച് മാസത്തിലെ 2ാമത്തെ വ്യാഴാഴ്ചയാണ് ലോക വൃക്കാ ദിനമായിട്ട് എല്ലാ വർഷവും ആചരിക്കുന്നത്. 2024 ഇത് മാർച്ച് 14 2024 തീം എന്തായിരുന്നു? കിഡ്നി ഹെൽത്ത് ഫോർ ഓൾ, അഡ്വാൻസ് ഇൻ എക്വിറ്റബിൾ ആക്സസ് ടു കെയർ ആൻഡ് ഒപ്റ്റിമൽ മെഡിക്കേഷൻ പ്രാക്ടീസ്. 2024 തീം എന്താണ്? കിഡ്നി ഹെൽത്ത് ഫോർ ഓൾ, അഡ്വാൻസ് ഇൻ ഇക്വിറ്റബിൾ ആക്സസ് ടു കെയർ ആൻഡ് ഒപ്റ്റിമൽ മെഡിക്കേഷൻ പ്രാക്ടീസ്. അടുത്തത് മാർച്ച് 16. മാർച്ച് 16 എന്താണ്? ദേശീയ വാക്സിനേഷൻ ദിനമാണ് മാർച്ച് 16. ദേശീയ വാക്സിനേഷൻ ദിനം മാർച്ച് 16. പോളിയോക്കെതിരെ 1995 മാർച്ച് 16 ഇന്ത്യയിൽ വാക്സിനേഷൻ ദിനം ആരംഭിച്ചത്. പോളിയോക്കെതിരെയാണ് ആദ്യമായിട്ട് 1995 മാർച്ച് 16 ഇന്ത്യയിൽ വാക്സിനേഷൻ ദിനമായിട്ട് ആചരിച്ചത്. അടുത്തത് മാർച്ച് 21. മാർച്ച് 21 ലോക വനദിനമാണ്. ലോക വനദിനമാണ് മാർച്ച് 21. തീം എന്തായിരുന്നു? ഫോറസ്റ്റ് ആൻഡ് ഇന്നോവേഷൻ, ന്യൂ സൊല്യൂഷൻ ഫോർ എ ബെറ്റർ വേൾഡ്. 2024 തീമാണ് ഫോറസ്റ്റ് ആൻഡ് ഇന്നോവേഷൻ, ന്യൂ സൊല്യൂഷൻ ഫോർ എ ബെറ്റർ വേൾഡ്. അതായത് വനവും നവീകരണവും ഒക്കെയാണ്. അതായത് ഒരു നല്ല ലോകത്തിനായിട്ടുള്ള ഒരു പുതിയ സൊല്യൂഷൻ എന്നാണ് പിന്നെ 2024 തീം. ഫോറസ്റ്റ് ആൻഡ് ഇന്നോവേഷൻ, ന്യൂ സൊല്യൂഷൻ ഫോർ എ ബെറ്റർ വേൾഡ്. അതായത് മാർച്ച് 21 ലോക വനദിനം. അടുത്ത മാർച്ച് 22 ലോക ജലദിനമാണ്. ലോക ജലദിനം മാർച്ച് 22. അപ്പോൾ വനദിനം മാർച്ച് 21 മാർച്ച് 22 ലോക ജലദിനം. 2024 തീമാണ് വാട്ടർ ഫോർ പീസ്, സമാധാനത്തിന് വേണ്ടി. 2024 തീമാണ് വാട്ടർ ഫോർ പീസ്. ലോക ജലദിനം മാർച്ച് 22. നമുക്കറിയാം ഓരോ ദിനങ്ങളും എന്തിനാണ് ഇങ്ങനെ ആചരിക്കുന്നത്, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ ലോകദിനം ജലത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും വനമായാൽ വനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെ ഓർക്കാൻ വേണ്ടിയാണ് ഈ ഓരോ ദിനങ്ങളും നമ്മൾ ആചരിക്കുന്നത്. 1993 മാർച്ച് 22 മുതലാണ് ഈ ദിനം ലോക ജലദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത്. അടുത്ത് മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനം. മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനമാണ്. 1950 വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ സ്ഥാപിതമായതിൻ്റെ ബഹുമാനാർത്ഥമാണ് ലോകം മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനമായിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ 2024 തീം എന്തായിരുന്നു? അറ്റ് ദ ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ എന്നായിരുന്നു. മാർച്ച് 23 2024 മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനത്തിൻ്റെ തീം എന്തായിരുന്നു? അറ്റ് ദ ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ. അറ്റ് ദ ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ. ലോക കാലാവസ്ഥാ ദിനം മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനം. അടുത്ത മാർച്ച് 24 ലോക ക്ഷയരോഗ നിവാരണ ദിനമാണ്. ലോക ക്ഷയരോഗ നിവാരണ ദിനമാണ് മാർച്ച് 24.
2024 തീം യെസ് വി ക്യാൻ എൻഡ് ടി ബി എന്നായിരുന്നു. യെസ് വി ക്യാൻ എൻഡ് ടി ബി 2024 തീമാണ്. ലോക ക്ഷയരോഗ നിവാരണ ദിനമാണ് മാർച്ച് 24. മാർച്ച് 21 എന്തായിരുന്നു? വനദിനമാണ്. മാർച്ച് 22 ലോക ജലദിനം. മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനമായിരുന്നു. മാർച്ച് 24 ലോക ക്ഷയരോഗ നിവാരണ ദിനം. ഇത് പഠിക്കാനൊരു ചെറിയ കോഡുണ്ട്, പണ്ട് മുതലേയുള്ള കോഡാണ്. വനജയുടെ കാലിൽ ക്ഷയം, അതായത് വനജ എന്നുള്ളത് വനദിനമാണ്, ജ എന്നുള്ളത് ജലദിനം. അതുപോലെ കാല് എന്നുള്ള കാലാവസ്ഥാ ദിനം, ക്ഷയരോഗ നിവാരണ ദിനം. അടുത്തത് മാർച്ച് 30 സീറോ വേസ്റ്റ് അന്താരാഷ്ട്ര ദിനമാണ്. സീറോ വേസ്റ്റ് അന്താരാഷ്ട്ര ദിനമാണ് മാർച്ച് 30. 2022 ഡിസംബർ 14 UN ജനറൽ അസംബ്ലി എല്ലാ വർഷവും മാർച്ച് 30 സീറോ വേസ്റ്റ് അന്താരാഷ്ട്ര ദിനമായിട്ട് ആചരിക്കുന്നതിന് പ്രമേയം പാസാക്കി. അപ്പോൾ സീറോ വേസ്റ്റ് അന്താരാഷ്ട്ര ദിനമാണ് മാർച്ച് 30. മാലിന്യങ്ങളൊക്കെ കുറയ്ക്കുന്നതിനും അതുപോലെ സീറോ വേസ്റ്റ് സംരംഭങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ദിനം ആചരിക്കുന്നത്. മാർച്ച് 30 സീറോ വേസ്റ്റ് അന്താരാഷ്ട്ര ദിനം. മാർച്ച് 30 സീറോ വേസ്റ്റ് അന്താരാഷ്ട്ര ദിനം. അപ്പോൾ നമ്മൾ മാർച്ചിലെ പ്രധാനപ്പെട്ട ദിനങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത മാസത്തെ പ്രധാനപ്പെട്ട ദിനങ്ങളൊക്കെ എന്താണെന്ന് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.